ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസണിൽ കെ.എൽ. രാഹുലിന്റെ ആദ്യ പ്രകടനം പ്രതീക്ഷയും അതിനൊപ്പം തന്നെ വലിയ നിരാശയും നൽകുന്നതായിരുന്നു. ഋഷഭ് പന്തിനെ കൈവിട്ട് ആ സ്ഥാനത്തേക്ക് ഡൽഹി എത്തിച്ച താരം കൂടിയാണ് രാഹുൽ. മുൻ ലക്നൗ സൂപ്പർ ജയൻസ് നായകനായ രാഹുൽ ഇപ്രാവശ്യം ഡൽഹിയുടെ നായക സ്ഥാനം നിഷേധിച്ചുകൊണ്ടാണ് ടീമിനൊപ്പം തുടർന്നിരുന്നത്. ഓപ്പണറായ താരം ഡൽഹിക്കായി 4ാം നമ്പറിലായിരുന്നു ബാറ്റ് ചെയ്യാൻ എത്തിയിരുന്നത്. രാഹുലിനെ തുടക്കത്തിലെ പൂട്ടാൻ 3 പ്രാവശ്യം പുറത്താക്കിയ മുഹമ്മദ് ഷെമ്മിയാണ് പാറ്റ് കമ്മിൻസൺ പന്ത് ഏൽപ്പിച്ചിരുന്നത്. പക്ഷെ 6ഉം 4ഉം ഉൾപ്പെടെ ഷെമ്മിയെ പഞ്ഞിക്കിട്ടുകൊണ്ടാണ് രാഹുൽ തുടങ്ങിയത്. വലിയ സ്കോറിലേക്ക് രാഹുൽ എത്തുമെന്ന് തോന്നിക്കുന്നതായിരുന്നു താരത്തിന്റെ തുടക്കം. മെല്ലെ തുടങ്ങി നിലയുറപ്പിച്ച് പിന്നീട് കത്തിക്കയറുന്നതാണ് രാഹുലിന്റെ പ്രധാന ശൈലി എന്നത്. പക്ഷെ ഡൽഹിക്കൊപ്പം നേരിട്ട ആദ്യ പന്ത് മുതൽ കടന്നാക്രമിക്കുന്ന ബാറ്റിംഗ് പ്രകടനമായിരുന്നു രാഹുൽ കൂടുതലും നടത്തിയിരുന്നത്. എന്നാൽ വലിയ സ്കോറിലേക്ക് ഉയരാൻ കഴിഞ്ഞിരുന്നുമില്ല. 4 പന്തിൽ 2 4ഉം 1 6ഉം അടക്കം മിന്നിച്ചു തുടങ്ങിയ രാഹുലിനെ സിഷാൻ അൻസാരിയാണ് കളിയിൽ നിന്നും പുറത്താക്കിയത്. ലെഗ് സ്റ്റംപ് ലൈനിലെത്തിയ പന്തിൽ രാഹുലിന് പിഴച്ചപ്പോൾ സ്റ്റംപ് തെറിച്ചു. 300 സ്ട്രൈക്ക് റേറ്റുമായാണ് രാഹുൽ പിന്നീട് മടങ്ങിയത്. തന്റെ ആദ്യത്തെ കുഞ്ഞിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് രാഹുൽ ആദ്യ മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ 2ാം മത്സരത്തിലൂടെയുള്ള ഡൽഹി ടീമിലെ അരങ്ങേറ്റം രാഹുൽ ഗംഭീരമാക്കി. രാഹുലിന്റെ റോൾ വ്യക്തമാക്കുന്ന പ്രകടനമായിരുന്നു താരം കാഴ്ചവെച്ചതും. മധ്യനിരയിൽ സ്പിന്നർമാരെ കടന്നാക്രമിച്ച് റൺസ് ഉയർത്തുക എന്ന നിർണായക റോള് രാഹുലിനുണ്ട്. വരുന്ന മത്സരങ്ങളിൽ രാഹുലിൽ നിന്ന് വമ്പൻ പ്രകടനം തന്നെ പ്രതീക്ഷിക്കുവാനും കഴിയും. എന്നാൽ ഋഷഭ് പന്തിനേക്കാളും ഡൽഹിക്ക് ഉപകരിക്കുന്ന താരമാണ് രാഹുൽ എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. മത്സരത്തിൽ വിക്കറ്റ് കീപ്പർ ആയതും രാഹുലായിരുന്നു. ചില പിഴവുകൾ സംഭവിച്ചിരുന്നു. എന്നാൽ ഭേദപ്പെട്ട പ്രകടനം നടത്താൻ രാഹുലിന് കഴിഞ്ഞു. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസണിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെക്കുന്ന ടീമുകളിലൊന്നാണ് ഇപ്പോൾ ഡൽഹി ക്യാപിറ്റൽസ് എന്നതിലും സംശയമില്ല.